ഞങ്ങൾ ഇന്ന് യാത്രയിലാണ്. അതായത് കന്യാകുമാരി ശുചീന്ദ്രം ഞങ്ങളിങ്ങനെയാണ് നാഗർകോവിൽ വഴിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഒരു ഹോട്ടലിൽ കയറി ദോശ വന്നിട്ട് വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ വന്നിരിക്കുകയാണ്, നമ്മുടെ കോഫി. കണ്ട ഗൈസ്, ഇങ്ങനെ കേരളത്തിലെ പോലെയല്ലേ, കേരളത്തിലെ കോഫി പോലെയാണ്. നല്ല കോഫി അവിടുത്തെ നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കന്യാകുമാരി പോകാം. ഇരിക്കുന്നത് ശുചീന്ദ്രം ടെമ്പിളിലാണ്. അതായത് നമ്മുടെ കന്യാകുമാരിക്ക് അടുത്തുള്ള ശുചീന്ദ്രം. ഇവിടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള 1 രൂപമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മൊത്തം കല്ല്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയ പോലെ, മധുരയിലൊക്കെ പോയ പോലെ അങ്ങനെയാണ്. മൊത്തം ഒരു കല്ല് കൊണ്ട് മാത്രമാണ് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് നമുക്ക് കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ക്യാമറ അലൗഡ് അല്ല. ഇത് ഒരു ഇങ്ങോട്ടുള്ള ഞങ്ങൾ എടുക്കുന്ന പെർമിഷൻ മേടിക്കുന്നത് മാത്രമാണ്. അറിയുന്ന കുറച്ച് പേരെ ഇവിടെ കണ്ടത് മാത്രം. പക്ഷെ ഭംഗിയാന്നറിയോ കാണാൻ. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് എപ്പോഴേക്ക് കന്യാകുമാരിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിലെങ്ങനെ വരാൻ ശ്രമിക്കണം. ശുചീന്ദ്രം ടെമ്പിൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇവിടെ വലിയൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഹനുമാന്റെ ഒരു ഇത് ഭയങ്കര ഭംഗി കാണാം. ഇത് ഇപ്പാണെന്ന് അറിയാം ഏറ്റവും വലിയ 18 അടിയുള്ള ഹനുമാൻസ്വാമിയാണ്. 18 അടിയുള്ള. പക്ഷെ ബാല് സാധാരണ എല്ലാ അമ്പലത്തിലും ഹനുമാന്റെ ബാല് പുറകിലാണ്. പക്ഷെ ഈ ഹനുമാൻ തലയിലാണ് പാല്. അതാണ് തലയിലെ പാല എന്നല്ല, പാലിന് അത്രയും നീളമുള്ള പാലുണ്ട്. അത് തല വരെ കാണാം. ആ തലയിൽ ചില സമയത്ത് നെയ്യ് കേട്ടില്ലേ? പപ്പനും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അങ്ങനെ നമുക്ക് അവിടെ വെണ്ണ വഴിപാടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവര്. അതുകൊണ്ടാണ് എന്താണ് പറയാ അത്രയും ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് എല്ലാവരും നല്ല തിരക്കാണ്. അയ്യപ്പന്മാരുടെ തിരക്കുണ്ട്. എല്ലാവരും ഇടങ്ങൾ കൂടുതൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് പറയാട്ടോ. ഓക്കെ.
കുറച്ച് കറങ്ങാനുള്ള അടുത്തൊക്കെ കറങ്ങി ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് അത്ര. ഫുഡ് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരുമ്പോഴേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, പുകയ്ക്കാണ് ചിക്കനൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഓവറോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് 10-ഒരു 8 കൊടുക്കാം. കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. തമിഴ്നാട്ടിൽ ഇതൊക്കെ കിട്ടിയത് ഭാഗ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ പേരാട്ടത് കിങ്സ് ചിപ്സ്. അപ്പോൾ നേരെ നമുക്ക് അടുത്തേക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നാഗർകോവിൽ പോയി. ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയിലാണുള്ളത്. ഭയങ്കര തിരക്കാണ്. ഗായ്സ്, ഇതാണ് വിവേകാനന്ദപുരം. ആ കാണുന്നത് ആ സൂര്യനാണ്. ഇവിടെ പ്രളയമൊക്കെ വന്നപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയത്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കും പിന്നെ ആ പള്ളി കാണാമെന്നുള്ള ഉള്ളിലുള്ളവർക്കും മാത്രമേ രക്ഷപ്പെടാൻ പറ്റിയുള്ളൂ. അങ്ങനെയുള്ള ചരിത്രമായിരുന്നു കന്യാകുമാരിക്ക്. ഗായ്സ്, നമ്മൾ ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിയാണ് ഗൈസ്. പക്ഷേ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ 4 മണിയായി. നമ്മൾ വരുമ്പോഴത്തേക്ക് ലേറ്റായി പോയി. അവിടെ ക്ലോസ് ചെയ്തു ഗായ്സ്. ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്.
നമ്മൾ ഗായ്സ് ഫൈനലി നമ്മുടെ കേരളത്തിലെത്തി. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കന്യാകുമാരി വിശേഷങ്ങളും നാഗർകോവിൽ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. അതിനേക്ക് മുമ്പേ എനിക്കൊരു കാര്യം കാണിച്ചു. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.